നമസ്കാരം. ബാക്കി പത്രത്തിലേക്ക് സ്വാഗതം. നാല് വർഷം കഴിഞ്ഞു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. എന്താ ഒരു കുറ്റം പറയുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് മോദി തന്നെ പറയാറുള്ളത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ പിന്നെ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം എന്ന് കോൺഗ്രസും തീരുമാനിച്ച മട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ റഫാൽ വിമാന വിവാദം തുടങ്ങുന്നത്. ഇത് വാസ്തവത്തിൽ 1999 നമ്മുടെ കാർഗിൽ യുദ്ധം നടന്നല്ലോ പാകിസ്ഥാനുമായിട്ട്. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ ഒരു ക്ഷീണമുണ്ടാകും പട്ടാളത്തിന്. ഒരു കണക്കെടുപ്പ് നടക്കും. എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ, എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ നോക്കും. അപ്പോൾ അന്ന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പൊങ്ങി വന്നത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് യുദ്ധവിമാനങ്ങളില്ല. കാർഗിൽ യുദ്ധം നമ്മൾ ജയിച്ചു, പക്ഷേ വളരെ ബുദ്ധിമുട്ടിയാണ് ജയിച്ചത്. അപ്പോൾ നമുക്ക് യുദ്ധവിമാനങ്ങൾ അടിയന്തരമായിട്ട് വേണം. നമ്മുടെ കയ്യിലുള്ള യുദ്ധവിമാനം മിഗ് സീരീസാണ്. കേട്ടിട്ടുണ്ടല്ലോ, MiG-21, MiG-28, MiG-29 എന്നൊക്കെ പറഞ്ഞിട്ട് റഷ്യക്കാരുടെയാണ് ആ പോർവിമാനം. അത് ഏകദേശം 1960-65കളിലെ ഡിസൈനാണ്. അതിനുശേഷം വിമാനത്തിലെ ടെക്നോളജി, പ്രത്യേകിച്ചും യുദ്ധവിമാനങ്ങളുടെ ടെക്നോളജി വല്ലാതെ വികസിച്ചു. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. അതൊരു പോരായ്മയാണ്. 2001 കഴിഞ്ഞപ്പോൾ ഒഫീഷ്യലി ഇന്ത്യൻ എയർഫോഴ്സ് ഞങ്ങൾക്ക് ഇത്ര വിമാനം വേണം, 450 750 മറ്റോ എണ്ണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഏത് ടൈപ്പ് വേണം, എന്തെല്ലാം സന്നാഹങ്ങൾ വേണം, ഈ ചർച്ചയായി. ഇങ്ങനെ പോയി ഇതിനിടയ്ക്ക് വാജ്പേയി സർക്കാർ പോയി, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വന്നു. 2007 കഴിഞ്ഞപ്പോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ടെൻഡർ, ആഗോള ടെൻഡർ വിളിച്ചു. ആഗോള ടെൻഡറിൽ പലരും പങ്കെടുത്തു. അവസാനം 2 പേരാണ്, യൂറോ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനം, പിന്നെ റഫേൽ വിമാനം. ഈ 2 പേരാണ് അവസാനം നിന്നത്. അതിൽ റഫേൽ വിമാനം മതി എന്ന് തീരുമാനിച്ചു. മൊത്തം 126 വിമാനങ്ങൾ. അതിൽ 18 ഫ്രാൻസിൽ തന്നെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരും. ബാക്കി 108 ഇവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ചെയ്യും. ഇതൊക്കെയായിരുന്നു തീരുമാനം. പക്ഷേ തീരുമാനമൊന്നും നടപ്പിലായില്ല. ഒന്നും ചെയ്തില്ല. ഫയലുകളൊക്കെ അതേപടി വെച്ചുകൊണ്ടിരുന്നു. ഓർഡർ ഇട്ടുമില്ല. ഒരു തീരുമാനവും എടുക്കാതെ വർഷങ്ങളിങ്ങനെ കടന്നുപോയി. 2011 നമ്മളുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, COAS എന്ന് പറയും, അദ്ദേഹമാണ് സർവ്വസൈന്യാധിപൻ, കരസേനാ മേധാവിയാണ് എപ്പോഴും അത്. അദ്ദേഹം വളരെ ഗോപ്യമായിട്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും നമ്മുടെ സുപ്രീം കമാൻഡറായിട്ടുള്ള പ്രസിഡൻറ്റിനും ഒരു കത്ത് കൊടുത്തു. പ്രധാനമന്ത്രി ഉള്ളപ്പോൾ പോലും നമ്മളുടെ സൈനിക കമാൻഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻ്റാണ് ഇപ്പോഴും. 3 സൈന്യാധിപന്മാരെയും ഒരുമിച്ച് വിളിച്ചു വരുത്താനുള്ള അധികാരം ആകെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിക്ക് പോലുമില്ല. ഓരോരുത്തരെയും പ്രത്യേകം വിളിക്കാം, പക്ഷേ 3 പേരെയും ഒരുമിച്ച് വിളിക്കാൻ പാടില്ല. അതിൻ്റെ അധികാരം പ്രസിഡൻറ്റിന് മാത്രമാണ്. അതുകൊണ്ട് ഈ കത്ത് ഇദ്ദേഹം പ്രസിഡൻറ്റിനും കൊടുത്തു. നിർഭാഗ്യവശാൽ ആ കത്ത് പത്രങ്ങളിലേക്ക് ചോരാൻ പാടില്ലാത്തൊരു കത്താണ്. ആ കത്തിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നത്, എൻ്റെ കയ്യിൽ 3 ആഴ്ചത്തേക്കുള്ള ഡീസലേ ഉള്ളൂ. സമാധാന കാലത്ത് മിലിറ്ററിയെ നിലനിർത്താൻ വേണ്ടി 3 ആഴ്ചത്തേക്കുള്ള ഡീസൽ. യുദ്ധകാലമാണെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ഈ ഡീസൽ തീർന്നു പോയി എന്ന് വരും. ഡീസൽ ഞാൻ ചോദിച്ചിട്ട് തരുന്നില്ല. ദേ വരുന്നു, ഇപ്പോൾ വരും, നാളെ തരും എന്നൊക്കെ പറയുന്നതല്ലാതെ ഡീസൽ തീർന്നു പൊക്കോണ്ടിരിക്കുന്നു. ഇത് കൂടാതെ എൻ്റെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾ ഏകദേശം 10 കൊല്ലത്തിലധികം പഴക്കമുള്ളതാണ്. ഇത് എഴുതി എനിക്ക് മതിയായി. ഒരു തീരുമാനം ആരും എടുക്കുന്നില്ല. റഫേൽ യുദ്ധവിമാനം വാങ്ങാൻ പോകുന്നു, ശരി, അത് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ട് വർഷം കുറേയായി. അതിൻ്റെ ഓർഡർ ഇതുവരെ പ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 2007 തുടങ്ങി 2011 നിൽക്കുകയാണ്. 2012 ഒരു ഓർഡറും പ്ലേസ് ചെയ്തില്ല. മാത്രമല്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് AK ആൻ്റണി ഫയൽ മാറ്റിവെച്ചു. മാറ്റിവെക്കാനൊരു കാര്യമുണ്ട്. അന്നത് രഹസ്യമായിരുന്നു, ഇന്ന് പരസ്യമാണ്.
ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി AK ആൻ്റണിക്കൊരു കത്തയച്ചു. ആൻ്റണി, ഇപ്പം നിങ്ങൾ പരിഗണിക്കുന്ന ഓർഡറിൽ ഒരു അപകടമുണ്ട്. ഇതിൻ്റെ 20% കമ്മീഷൻ സോണിയാഗാന്ധിക്ക് പോകാനുള്ള ഒരുക്കമായിട്ടുണ്ട്. കാരണം അന്നത്തെ ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഒളാന്ദ്, അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ മലയാളത്തിൽ ഹോളണ്ടേ എന്നൊക്കെ ആൾക്കാർ പറയും, ഒളാന്ദ് എന്ന് പേര്, ഒളാന്തിൻ്റെ ഭാര്യ ഇറ്റലിക്കാരിയാണ്, കാർല ബ്രൂണി. സോണിയയും ഇറ്റലിക്കാരിയാണ്. സോണിയയും കാർല ബ്രൂണിയും അന്നത്തെ ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഒളാന്തും ഇറ്റലിയിൽ കണ്ടിരുന്നു. 20% കമ്മീഷൻ സോണിയാഗാന്ധിക്ക് പോകാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആൻ്റണി, ഇതിനകത്ത് ഈ സംഭവം നടക്കാതെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഓർഡർ കൊടുക്കരുതെന്ന് സ്വാമി പറഞ്ഞില്ല. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു 20% മറിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ അടച്ചിട്ട് വേണം ഓർഡർ കൊടുക്കാൻ. ഇതോടെ ആൻ്റണി ഭയന്ന് പോയി. ആ ഫയൽ തന്നെ മാറ്റിവെച്ചു, ഒന്നും ചെയ്തില്ല, അവിടെ കിടന്നു. 2014 നരേന്ദ്രമോദി വന്നു. മോദി വന്നു കഴിഞ്ഞപ്പോൾ ഇത് വലിയ തലവേദനയായിരിക്കുന്നു. ചൈനയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ യുദ്ധവിമാനങ്ങളായി. നമ്മളുടെ 2-3 ഇരട്ടി യുദ്ധവിമാനങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട്. പാകിസ്ഥാന് നമ്മളെക്കാൾ കൂടുതലാവുകയും ചെയ്തു. ഈ അവസ്ഥയിൽ ഇന്ത്യൻ പട്ടാളം പറഞ്ഞു, ഇനി 1 ഇഞ്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് വലിയൊരു ഭീഷണിയാണ്, നമ്മളുടെ കയ്യിലൊന്നുമില്ല, ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും, ഡേഞ്ചറസ് ആണ്. ശരി എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു, നേരെ ഫ്രാൻസിൽ പോയിട്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺട്രാക്റ്റ്, അതിൽ വിലയൊന്നും ഉണ്ടാവില്ല, ഇത്ര സാധനം വാങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ എഗ്രി ചെയ്തൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക. അങ്ങനെ 36 വിമാനങ്ങൾ ഫ്രാൻസിൽ തന്നെ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവരാനുള്ള കരാർ ഒപ്പിട്ടു. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പലവിധ കമ്മിറ്റികളുണ്ട്, പ്രൈസ് നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി, CCPN, GCPN എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചേർത്ത് ചുരുക്കി പറഞ്ഞാൽ 2015 ഏപ്രിലിൽ നരേന്ദ്രമോദി പോയി ഒപ്പിട്ട കോൺട്രാക്റ്റ് 2016 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് വിലയൊക്കെ തീരുമാനിച്ചിട്ട് ഓർഡറും പ്ലേസ് ചെയ്തു. 2019-20 അകത്ത് ഈ 36 യുദ്ധവിമാനങ്ങൾ നമുക്ക് വരും, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ്സുകാർ വാങ്ങാനായിട്ട് ആലോചിച്ചതിൻ്റെ 3 ഇരട്ടി വിലയ്ക്കാണ് നരേന്ദ്രമോദി വാങ്ങിച്ചത് എന്നാണ്. കോൺഗ്രസ്സുകാർ വാങ്ങാൻ തീരുമാനിച്ചില്ല, ആഗ്രഹിച്ചതേ ഉള്ളൂ. കുറേ കടലാസൊക്കെ എഴുതി ഉണ്ടാക്കി കുറച്ച് പേരോട് സംസാരിച്ചു, ഓർഡറൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചതിനേക്കാൾ 3 ഇരട്ടി വിലയ്ക്ക് ഇയാൾ വാങ്ങാൻ തീരുമാനിച്ചു, ആ കാശ് മുഴുവൻ അംബാനിക്ക് കൊടുത്തു, അദാനിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാണ് ബഹളം. വാസ്തവത്തിൽ എന്താ, ഇവർ വാങ്ങാൻ തീരുമാനിച്ചത് മാത്രമല്ല, ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു വിമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള പാട് നിങ്ങൾക്കറിയാമല്ലോ. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയും ഇതിന്. അതായത് വെയിറ്റ് കുറഞ്ഞു, ഏകദേശം ഒരു 20 ടൺ, അതാണ് ഇതിൻ്റെ മാക്സിമം വെയിറ്റ്. അങ്ങനത്തെ വിമാനങ്ങൾ 20 എണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 10 വർഷമായിട്ട് 10 എണ്ണം പോലും ഇതുവരെ കൊടുക്കാത്തതാണ് HAL. പറയുമ്പോൾ എല്ലാവരും പറയും പൊതുമേഖലാ സ്ഥാപനത്തെ കുറ്റം പറയാമോ? കുറ്റം പറയണമല്ലോ. യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനം KSRTC പോലെയാണ് ഇന്ത്യയിൽ ഓടുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും KSRTCയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല പെർഫോമൻസിൽ. അങ്ങനെയുള്ളവരെ വിശ്വസിച്ച് എത്ര കാലം ഇന്ത്യൻ പട്ടാളം മുന്നോട്ട് പോകും? കാര്യം നമ്മുടെ തന്നെ കമ്പനിയാണ്, പക്ഷേ പട്ടാളത്തിന് വിമാനങ്ങൾ വേണ്ടേ? അതുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്തു. ബാക്കിയുള്ളത് 2020 ഇനി തീരുമാനിക്കണം എന്ത് വേണം എന്നുള്ളത്. ഏതായാലും 36 എണ്ണം പ്ലേസ് ചെയ്തു. ഇത് ഈ ആരോപണം നിലനിൽക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇതിൻ്റെ അനുബന്ധമായ ചില ഓർഡറുകൾ റിലയൻസിന് കൊടുത്തു, അങ്ങനെ അംബാനിക്ക് മോദി കാശുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് പുതിയൊരു ആരോപണവുമായിട്ട് വന്നു. ചുരുക്കി പറഞ്ഞ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയായി. അതുകൊണ്ട് നമുക്ക് ആദ്യം തുടക്കത്തിൽ പ്രതിരോധ മന്ത്രിയാകുകയും പിന്നീട് മനോഹർ പാരിക്കർ പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഏർപ്പാടുകളൊക്കെ നടക്കുന്നത്. മനോഹർ പാരിക്കർ ഇപ്പോൾ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ഇപ്പോൾ നിർമ്മലാ സീതാരാമനാണ് പ്രതിരോധ മന്ത്രി. ഈ കാര്യങ്ങളെപ്പറ്റി അടിമുടി അറിയാവുന്ന മനുഷ്യൻ അന്ന് പ്രതിരോധ മന്ത്രിയാവുകയും പിന്നീട് ധനമന്ത്രി മാത്രമായിട്ട് മാറുകയും ചെയ്ത അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി നമ്മളോട് ഈ കാര്യം വിശദീകരിക്കുന്നു, നമുക്കൊന്ന് കേൾക്കാം. What is this transaction all about? This transaction is about purchase of medium multi-role combat aircrafts. Why is that needed?
the Indian Air Force and the forces have been feeling that their combat ability has to be substantially improved. A simple aircraft, even if it's a fighter aircraft, is really a flying instrument. You can use it for such attacks as far as the eye can see. It's only an aircraft which is loaded with weaponry, which can strike targets at a huge distance. And when did this proposal start? During the UPA regime. The necessity was felt by the forces in 2001, that is post-Kargil. The enemy was on the mountain top, and we were using Bofors. the Bofors guns to fire at them, and it took us 3 months to get rid of them. If we had the combat aircrafts of a multi-role, and you could strike from, let us say, a 50-kilometer or 100-kilometer distance on target from the aircrafts, the whole war game would have been different. And therefore, the forces felt that you need this combat aircraft, which is fully loaded, which is multi-role, so it performs many functions, the details of which we cannot go into, and that's what the Raksha Mantri rightly said, because these are national security considerations. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം വിശദമായിട്ട് നമ്മളോട് പറയുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് 150 പേർക്ക് കയറാവുന്ന വിമാനത്തിന് തന്നെ വെറും 200 കോടി രൂപയേ ഉള്ളൂ. 2 പേർക്ക് കയറാവുന്ന ഈ യുദ്ധവിമാനത്തിന് എങ്ങനെയാണ് 1500 കോടി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താ ഇവരോടൊക്കെ പറയുന്നത്? യാത്രാ വിമാനവും യുദ്ധവിമാനവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? യുദ്ധവിമാനവും യാത്രാവിമാനം തന്നെയാണ്. ആകെ 2 പേർക്കേ കയറാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷേ അത് ആയുധങ്ങൾ വഹിക്കുന്നു എന്നിടത്താണ് അതിൻ്റെ വില കൂടുന്നത്. എന്തൊക്കെയാണ് ആയുധങ്ങൾ എന്ന് പറയണം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറയാൻ പറ്റുമോ? പാടുണ്ടോ? നമ്മുടെ യുദ്ധവിമാനത്തിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ നാട്ടുകാരോട് വിളിച്ചു പറയാൻ പറ്റുമോ? പാടുണ്ടോ അങ്ങനെ ചെയ്യാൻ? എവിടെയൊക്കെ എന്തൊക്കെ ആയുധങ്ങളുണ്ട്, ഏതൊക്കെ വിമാനത്തിൽ എന്തെല്ലാം വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആണവായുധം വരെ കാണും. ഇത് വിളിച്ചു പറയാൻ പറ്റുമോ? ആണവായുധം നമ്മുടെ വിമാനത്തിൽ വെച്ചിട്ടുണ്ടെന്നും അതിന് ഇത്ര തൂക്കമുണ്ടെന്നും അതിന് ഇത്ര രൂപയായെന്നും വിളിച്ചു പറയുകയും രാത്രി 9 മണിയായി കഴിയുമ്പോൾ വിനു വി ജോണും നമ്മളെ വേണു ബാലകൃഷ്ണനും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ കൂടി ഇരുന്നുകൊണ്ട് ആണവായുധത്തിന് ഇത്രയും വില വരുമോ, ഉഴുന്നുവടയ്ക്ക് ഇത്രയല്ലേ വിലയുള്ളൂ, അപ്പോൾ പിന്നെ ഇതിനെന്താ ഇത്ര വില എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇവർക്കൊക്കെ ഭ്രാന്താണോ? കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യം പൊതുനിരത്തിലിട്ട് അലക്കാൻ പറ്റില്ല എന്ന്, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെ ആയുധമുണ്ടെന്ന് അറിയണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാശി. ഇല്ലെങ്കിൽ ഞങ്ങൾ അഴിമതി ആരോപണം എന്ന് പറഞ്ഞ് നടക്കും. ഒരു പട്ടിയും വിശ്വസിക്കാൻ പോകില്ല നിങ്ങളുടെ ഈ അഴിമതി ആരോപണം. നാട്ടുകാർക്ക് നന്നായിട്ടറിയാം യുദ്ധവിമാനം എന്താണെന്ന്. ശരി, ഇരിക്കട്ടെ. ഇനി ഇവർ ഈ ഭരിക്കുന്ന കാലത്ത് എന്ത് ചെയ്തു നോക്കണമല്ലോ. അതും അരുൺ ജെയ്റ്റ്ലി തന്നെ പറയട്ടെ, കേൾക്കാം നമുക്ക്. 2001 is when the need was felt. 2003 the acceptance of necessity was recorded, and 2004 the UPA came. Both our neighbors, Pakistan and China, are empowered in this area. China more so. The UPA itself put out a tender, got offers, shortlisted 2, and when 2007 asked for the price bids, found Rafale to be the L1 cheapest, and spent close to a decade till 2012, shortlisted on price and quality Rafale, and for some reason that indecisive government then turned around and said, well, it needs to be re-examined, facts have to be reconsidered, and then put it in the cold storage, and India's security was compromised. ഇത് മാത്രമല്ല, ഇവർ ഈ പർച്ചേസ് മുഴുവൻ ഇവർ ഫ്രീസറിൽ വെച്ചു, ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. 2012 മാർച്ച് 28 രാജ്യസഭയിൽ ഇതേ അരുൺ ജെയ്റ്റ്ലി AK ആൻ്റണിയോട് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ആൻ്റണി നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യും, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ആവുന്നത്ര പ്രശ്നമില്ലാത്ത രീതിയിലാക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യൂ പ്ലീസ്, പട്ടാളത്തിന് ഇത് വേണം.
2012 ഇതേ അരുൺ ജെയ്റ്റ്ലി കെഞ്ചി പറയുന്നു AK ആന്റണിയുടെ അടുത്ത്. നമുക്കതൊന്ന് കാണാം ആ കാഴ്ച. Sir, we are grateful to the Honorable Defence Minister for assuring this House and the entire nation that utmost priority is being attached to issues of procurement, defence preparedness and modernization. While I agree with him that we will all have to exercise utmost restraint and not make it an issue of any acrimonious public debate, but at the same time there are two issues which I want to reiterate. The first being that across in the media, too many pieces of information which disturb us are coming with regard to the integrity of the procurement process. The Honourable Minister assured us yesterday. I would urge him to once again attach utmost priority to the fact that there are no malpractices in this, and I'm sure he's going to look into it. The second question is with regard to the preparedness. Once contents of letters which are otherwise intended to be secret and must be kept secret find their place into the media, then there is an alarmist situation which is created, because some of the facts which have been mentioned in those news reports are extremely disturbing with regard to defence preparedness. I am sure the Defence Minister would look into all those facts, and therefore wherever there are any shortcomings, he would make sure that those are plugged and the procurement process, because of other collateral controversies, does not suffer at all. വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു, അനാവശ്യമായിട്ട് മീഡിയയിൽ ബഹളം നടക്കുന്നു, വേണ്ടാത്ത കത്തുകൾ, രഹസ്യമായിട്ടിരിക്കേണ്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. ആന്റണി ഇതൊക്കെ നിർത്തിയിട്ട് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട്, ഭാവാത്മകമായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട്, ക്രിയാത്മകമായിട്ടുള്ള സപ്പോർട്ട് അരുൺ ജെയ്റ്റ്ലി കൊടുക്കുന്നു. എന്നാൽ പോലും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നില്ല. കോൺഗ്രസ് ഇതൊക്കെ പറയുന്നു. രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇതെല്ലാം പാടിക്കൊണ്ട് നടക്കുന്നത്. എത്ര കോടി രൂപയ്ക്കാണ് ഇവർ വാങ്ങാനിരുന്നത്? അതൊന്നും നോക്കണമല്ലോ. കഴിഞ്ഞ ജൂലൈ 20 രാഹുൽ ഗാന്ധി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇത്ര കോടിക്ക് വാങ്ങാൻ തീരുമാനിച്ച വിമാനം എന്ന് പറയുന്നു. ഒന്ന് കേട്ടു നോക്കാം. हवाई जहाज हमारी यूपीए डील में हवाई जहाज का दाम 520 करोड़ रुपए प्रति हवाई जहाज. 520 करोड़, 520 കോടി. ഇത് അദ്ദേഹം പറയുന്നത് ജൂലൈ 20, 2018 520 കോടി. കേട്ടതാണേ. ഇത് കഴിഞ്ഞു ഇദ്ദേഹം 2018 ഓഗസ്റ്റ് 10 റായ്പൂരിൽ പ്രസംഗിക്കുന്നു. അപ്പോൾ കോടി മാറി. ഒന്ന് കേട്ട് നോക്കുക. यूपीए सरकार ने 126 राफेल हवाई जहाज का कॉन्ट्रैक्ट तैयार किया. तकरीबन 540 करोड़ प्रति हवाई जहाज. അദ്ദേഹം പറയുന്നു 540 കോടി. ലോക്സഭയിൽ 520 കോടി, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് 540 കോടി. ഇനി രാജസ്ഥാനിലെ ജയ്പൂരിൽ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 11, 2018 അദ്ദേഹം പറയുന്ന തുകയൊന്നും നമുക്ക് കേൾക്കാം. एक हवाई जहाज के लिए यूपीए ने 540 करोड़ रुपए दिया था. വീണ്ടും 540, 540. ഓഗസ്റ്റ് 13, 2 ദിവസത്തിന് ശേഷം കർണാടകയിലെ ബിദാർ എന്ന സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കുന്നു. ഒന്ന് കേട്ട് നോക്കാം. यूपीए सरकार ने राफेल डील एचएएल पब्लिक सेक्टर कंपनी को दी. एक हवाई जहाज 526 करोड़ रुपए का था. 526, 526 കോടി. ലോക്സഭയിൽ 520, റായ്പൂരിൽ 540, ബിദാറിൽ 526. ഇത് എത്ര കോടിക്കാണ് രാഹുൽ ഗാന്ധി അങ്ങ് ഓർഡർ പ്ലേസ് ചെയ്തത്? ഈ ആരോപണം ഉന്നയിക്കുന്ന ആളിന് എന്തെങ്കിലും ഓർമ്മ? ഈ നുണ പറഞ്ഞാലുള്ള കുഴപ്പമേ,
ഇന്നലെ പറഞ്ഞ നുണ എന്തായിരുന്നു എന്ന് ഇന്ന് മറന്നു പോകുമല്ലോ. പോകും, മനുഷ്യനല്ലേ. സത്യമാണ് പറയുന്നതെങ്കിൽ വലിയ ഓർമ്മശക്തിയൊന്നും വേണ്ട, സത്യം നിങ്ങൾ ഓർക്കാതെ തന്നെ വായിൽ വന്നുകൊണ്ടിരിക്കും. നുണയാണെങ്കിലോ ഇന്നലെ പറഞ്ഞ നുണ ഓർമ്മ വെച്ചിട്ട് ഇന്ന് പറയണം. അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മയില്ല. 520 ആണോ, 526 ആണോ, 540 ആണോ, തട്ടി അങ്ങ് വിടുകയാണ്. ഈ അഴിമതി ആരോപണം ശുദ്ധ കള്ളവും പൊള്ളയുമാണ് എന്ന് രാഹുൽ ഗാന്ധിയുടെ 2-3 പ്രസംഗങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായില്ലേ. എത്ര കോടിക്ക് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല. വാസ്തവത്തിൽ വാങ്ങാനേ തീരുമാനിച്ചിരുന്നില്ല, ഓർഡറും പ്ലേസ് ചെയ്തിരുന്നില്ല. ഇവർ കുറേ തുകയൊക്കെ എഴുതി വെച്ച് ഫയൽ തയ്യാറാക്കി എന്നുള്ളതല്ലാതെ മുന്നോട്ട് പോയില്ലല്ലോ. മുന്നോട്ട് പോകാൻ അരുൺ ജെയ്റ്റ്ലി കാല് പിടിച്ച് പറയുന്നു, മുന്നോട്ട് പൊക്കോ, മീഡിയയിൽ അനാവശ്യമായ വിവാദം നടക്കുന്നു, അവർക്ക് ഈ കത്ത് അത് ഇത് ഫയലൊക്കെ ചോർത്തി കൊടുക്കാതെ. അന്നും ഇതുപോലെ മീഡിയക്കാർ സ്മാർട്ടാണ്, അവരവിടെ ഇവിടെയൊക്കെ മണത്ത് നടന്നിട്ട് എന്തെങ്കിലും കടലാസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വൈകുന്നേരം അവർക്ക് ചർച്ച വേണ്ടേ. ഇത് രാജ്യരക്ഷാ വകുപ്പാണ്, ഇത് സുരക്ഷയെ ബാധിക്കുന്നതാണ് എന്നുള്ള നോട്ടമൊന്നും ഇപ്പോഴത്തെ മീഡിയക്കാർക്കില്ല. അവരെന്തും വിളിച്ചു പറയും. അപ്പോൾ അത് വരാതെ സൂക്ഷിക്കാതെ ആൻ്റണി മുന്നോട്ട് തന്നെ പോകണം എന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ഇവർ മുന്നോട്ട് പോയില്ല. എന്നിട്ടും രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾ 526 മേടിക്കാൻ തീരുമാനിച്ചു, 540 മേടിക്കാൻ തീരുമാനിച്ചു, 520 മേടിക്കാൻ തീരുമാനിച്ചു. എവിടെയെങ്കിലും ഒന്നും ഉറപ്പിക്കുകയില്ലേലും. ഇതാണ് ഈ മൊത്തം അഴിമതി ആരോപണം സംശുദ്ധ കള്ളമാണെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ 4 പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ബാക്കിപത്രത്തിൽ നിങ്ങളോട് പറയാം. പുതിയൊരു ബാക്കിപത്രവുമായി വീണ്ടും കാണാം. നമസ്കാരം.